കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടെ പുതിയ രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങളോയി ബി ജെ പി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി കേരള എന്ന് പറയുന്ന പേജിൽ കാണുന്ന ഒരു ഫോട്ടോയാണിത്. പാണക്കാടിന്റെ പവർ. അടുത്ത 5 വർഷം കേരളം മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം വി ഡി സതീശന് അനുകൂലമല്ലായിരുന്നിട്ടും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ കാരണം. തങ്ങളുടെ പുതിയൊരു മതജില്ല അടക്കമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവയാണ്. അത് അവർ നേടിയെടുത്തു. ഇതിപ്പം ബി ജെ പി കേരളം എന്ന് പറയുന്ന പേജിൽ മാത്രമല്ല, ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുന്നിൽ മുട്ടുകുത്തി കോൺഗ്രസ്, ഇനി ജിഹാദികൾ നിയന്ത്രിക്കുന്ന ഭരണമായിരിക്കും കേരളത്തിൽ. ഇമാതിരി വർഗീയതയാണ് ബി ജെ പി ഹാൻഡിലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ബി ജെ പി ഇനി കേരളത്തിൽ ഏത് രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ആയിരിക്കും നടത്താൻ പോകുന്നതാണ്. ഇതിനെല്ലാം കോൺഗ്രസും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും എങ്ങനെ മറികടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.